ശ്രദ്ധിക്കാം. ആശ്ചര്യമേകിതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേകിതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി, ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി. സ്വന്തമായ എല്ലാറ്റിനെയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റിനെയും വെടിഞ്ഞു. ബന്ധമില്ലാത്ത ഇന്ന് രാത്രി ദൈവം നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ കർത്താവിനെ രക്ഷിച്ച വിധങ്ങളെ പറ്റി സാക്ഷ്യമായിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് രാത്രി വിശാലമായിട്ട് ദൈവോചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. കർത്താവിന് മഹത്വം. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ ആഴമേറിയ ഈടുറ്റ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങളാണ്. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. സാധാരണ ഞാൻ ലേഖനം പ്രസംഗിക്കുമ്പോൾ ഇതിനെ പറ്റി ഒരു ഔട്ട്ലൈൻ പറയാറുണ്ട്. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ആ പിള്ളേരോടൊക്കെ ഇരിക്കാൻ പറയാല്ലേ. അപ്പൊ ആ റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ.
ഈ ആരാധനയ്ക്ക് സംബന്ധിക്കുമ്പോൾ ഭക്തിയോട് ഭയത്തോട് ഇരിക്കണം. അതിനകത്ത് സൈഡ് ബിസിനസ്, മൊബൈൽ സംസാരം, ചിലടത്ത് ചെന്ന പാസ്റ്റർമാർ തന്നെ മൊബൈലിൽ സംസാരിക്കുന്നതിന് യോഗമാണ്. അതെല്ലാം പറയുന്നത് ദൈവസാന്നിധ്യമുള്ള സമയമാണ്. ഭയത്തോടെ ഹോമയെ സേവിക്കണം, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കണം. ദൈവത്തെ ആരാധിക്കുന്നതിന് അയ്മേലില്ല, എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. ഈ ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത് പ്രായമായാൽ പിന്നെ ആരാധിക്കേണ്ടെന്ന, പ്രായമക്കളെ എനിക്ക് ആരാധിക്കണം. പ്രായം കൂടുന്നതോറും ആരാധിച്ചുകൊണ്ടിരുന്നു. നമുക്ക് നിങ്ങൾക്ക് പഠനത്തിൽ തിട്ടപ്പെട്ടല്ലോ, യാക്കോബ് ഇസ്രായേലിൽ 147 വയസ്സിലാണ് യാക്കോബ് മരിക്കുന്നത്. അബ്രഹാം 175 വയസ്സിൽ മരിക്കുന്നു, ഇസ്ഹാക്ക് 180 വയസ്സിൽ മരിക്കുന്നു, യാക്കോബ് 147 വയസ്സിൽ മരിക്കുന്നു, യോസേഫ് 110 വയസ്സിൽ മരിക്കുന്നു, മോശ 120 വയസ്സിൽ മരിക്കുന്നു, യോശുവ 110 വയസ്സിൽ മരിക്കുന്നു, സാറ 127 വയസ്സിൽ മരിക്കുന്നു. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നത് ഗിന്നസ് ബുക്കിൽ പേരാ മനുഷ്യന് 969. മനുഷ്യനാകുന്ന 930. ഇങ്ങനെയാണ് ആയുഷ്യന്റെ ദൈർഘ്യം. അപ്പോൾ ഗോത്ര പിതാവാകുന്ന യാക്കോബ് ഇസ്രായേലിലെത്തി 17 കൊല്ലം ഇസ്രായേൽ പാർത്തു. 130 വയസ്സിൽ ഇസ്രായേലിലെത്തി. 147 വയസ്സിൽ മരിക്കുന്ന യാക്കോബിന്റെ ആരാധന വാങ്ങിച്ച് ശയ്യാവലമന ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് കണ്ണിന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ട് കിടന്നപ്പോൾ യാക്കോബ് പിള്ളാരെ എല്ലാം കൂടെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. 49 ചടേന്ന് വായിക്കുന്ന സബ്ജക്റ്റ് അല്ല, എങ്കിലും സൂചിപ്പിച്ചു പോകാം. 49 മുതൽ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു, കൂടി വരുവീൻ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിനെ പൊടിപ്പിച്ച് എഴുതിരുവീൻ. അടുത്തത്, നീ എന്റെ ആദിരാധൻ, എന്റെ വീര്യവും എന്റെ ശക്തികളുടെ യാതൊരു ശ്രേഷ്ഠതകളുടെ വൈദ്യുത്യവും ബലത്തിന്റെ വൈദ്യുത്യവും തന്നെ വെള്ളം പോലെ തുളുമ്പന്നവനെ നിനക്ക് ഗുണം വരികയാണ്. പിന്നെ ഇളയവനെ വിളിച്ചു. 5-ാം വാക്യം, ശിമിയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാരസ്വത്തിന്റെ ആയുധങ്ങൾ മന്ത്രണത്തിൽ കൂടരുത്, മനമേ അവരുടെ യോഗത്തിന് പോകരുത്. പറഞ്ഞിട്ടില്ലോ സത്യസഭാവിശ്വാസികളെ വിശ്വാസ പ്രമാണത്തിന് പിന്തുടർന്നേക്കാളെ പെന്തിക്കോസ്റ്റുകാർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാലങ്ങളെടുത്ത് കുറച്ച് പെണ്ണുങ്ങളും വീഞ്ഞോടെ ചാട്ടങ്ങൾ കൈ കാണിച്ച് ട്രാക്ട് കാണിച്ച് നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ യോഗത്തിന് പോകരുത് വിളിച്ചു പറയും. അപ്പൊ യാക്കോബ് പിള്ളേരെ വിളിച്ച് 3 പറയുക. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. അപ്പൊ 49-ാം അധ്യായത്തിൽ സ്വന്തം തലമുറകളാകുന്ന രൂപൻ മുതൽ ബെന്യാമിൻ വരെയുള്ള 12 മക്കളെ വിളിച്ച് 3 പറയാം. ഭാവികാലത്ത് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങളിലെ ഗോത്രങ്ങളുടെ മേൽ, ഗോത്ര സമുച്ചയങ്ങളുടെ മേൽ, സന്തതികളുടെ മേൽ, സന്തതികളുടെ സന്താനങ്ങളുടെ മേൽ നാളെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം കൂട്ടി ആ ദീർഘദൃഷ്ടിയോടെ യാക്കോബ് പറയുന്ന ഭാഗമാണ് 49. അവിടെ പദം ഒന്നുകൂടെ വായിച്ച 49 പ്രാരംഭവാക്യം. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, കൂടി വരുവീൻ. ശ്രദ്ധിച്ചേ, ഈ കൂടി വരുവീൻ എന്ന് പറയാൻ കാര്യം ഇതുങ്ങളെല്ലാം കൂടെ കൂടുകയാണ്. ആകെ 12 എണ്ണം ഉള്ളത്. എല്ലാം കൂടെ ഈ നാട്ടിലൊരു ചൊല്ലുണ്ട്, കൊമ്പനായപ്പം ചാടി പോകും. അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയാണ്. ഞാൻ നാട്ടിൽ പറഞ്ഞു, ഈ കേരളത്തിലെ ഈ ക്രൈസ്തവരെല്ലാം കൂടെ ഒറ്റക്കെട്ടാൻ എന്ന് നല്ലതായിരുന്നു. കത്തോലിക്കരെ, യാക്കോബ, ഈസ്റ്റർ, ലത്തീന്, ലണ്ടന്, ചർച്ചിൽ, CMS, ആംഗ്ലിക്കന്, സാൽവേഷൻ ആർമി, ഇതെല്ലാം വകുപ്പുകളാണ്. ഇതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു. ഇനി ഈ സമുദായക്കാരുടെ കാര്യം കൊണ്ട് പെന്തിക്കോസ്റ്റുകാരെല്ലാം കൂടെ ഒന്നായിരുന്നേ. ചർച്ചക്കോട്ടെ, അസംബ്ലീസ് കോട്ടെ, IPC കോട്ടെ, നെയ്യല്, പെരിയല്, ഷാരൂര്, ഗ്ലോബല്, ഇൻഡിപെൻഡന്റ്, അന്തർദേശീയം, ഇതുങ്ങളെല്ലാം കൂടെ ഒന്നിക്കുകയായിരുന്നു. പിന്നെ സന്തോഷമായിരുന്നു. അതെ, ഇപ്പൊ ഇത് ഷാർജ IPC ആണല്ലോ. ഈ IPC-യിലുള്ളവരെല്ലാം ഒന്നിക്കുകയായിരുന്നു. IPC ആയതുകൊണ്ട് എങ്ങനെ ബാബച്ചാന്റെ വരുന്ന ചർച്ചക്കൂടിന്റെ കാര്യമായി അവിടെ വേറെ ആയിരിക്കും. അപ്പൊ IPC-യിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ എന്ത് നല്ലത്. ഇനി IPC എല്ലാം കൂടെ പോട്ടെ, UAE റീജിയനിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ രണ്ട് കാര്യം എനിക്കറിയാം. ഇനി റീജിയൻ അങ്ങ് പോകട്ടെ, ലോക്കൽ സഭയിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ എന്ന് നല്ലതാണ്. ഇനി ലോകന് പോകട്ടെ, വീട്ടിലുള്ളതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ കുടുംബ പ്രാർത്ഥനകൾ നടന്നു. ഒന്നാമത്തെ കാര്യം ഇവർ ഒന്നിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് യാക്കോബിന് വരെ നന്നായിട്ട് അറിയാം, ഇവർ ഒന്നിക്കുകയല്ല. അതിനൊരു തെളിവ് തരാം. കിടക്കിടയ്ക്ക് വിട്ടുപോകുന്നവർ ഈ ഗോത്രത്തിനുണ്ട്. 38 സബ്ജക്റ്റ് അല്ല, എങ്ങനെ സൂചിപ്പിച്ചു പോകുക.
അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ സഹോദരന്മാരെ വിട്ടുപുറപ്പെട്ട് ഹീരാമെന്ന് പേരുള്ള അദുല്യാമിന്റെ അടുക്കൽ ചെന്ന് സുബായിന്റെ മേൽ തന്റെ മോളെ കെട്ടി 3 പിള്ളേര് ജനിച്ചു. ഏറെ കൊല്ലാൻ ശേല ഏറെ പ്രായമൊക്കെ തിരുനക്കാരിപ്പെട്ടുകൊണ്ട് താമാനെ കെട്ടി അവനെ മരിച്ചു പോയപ്പോൾ അവന്റെ അന്യൻ ഒനാനവളെ കെട്ടി അവനെ മരിച്ചു. പിന്നെ ശേലായ പ്രായമാകാഞ്ഞത് കൊണ്ട് യഹൂദയാകുന്ന അമ്മായി മരുമകളാകുന്ന താമാറിനോട് പറഞ്ഞു, നീ മൈതവ്യ വസ്ത്രം ധരിച്ച് വീട്ടിൽ പോയിരിക്കണം. ശേല പ്രാപ്തിയാകുമ്പോൾ ഞാൻ അവനെ നിനക്ക് ഭർത്താവായി തരാം. അപ്പൊ ഉടമ്പടി ചെയ്ത യാക്കോബ് യഹൂദ തെറ്റിച്ചു. ശേല പ്രാപ്തിയായിട്ട് തന്നെ ഭർത്താവായി കൊടുത്തിട്ട് 32:14 വായിച്ചേ. ശേല പ്രാപ്തിയായിട്ട് തന്നെ ഭർത്താവായിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ വൈദ്യുതി വസ്ത്രം വാങ്ങി വെച്ച് തിരുമലയ്ക്ക് പോകുന്ന വഴിയിൽ എരിയപ്പെട്ടതിന്റെ ഗോപുരത്തിന്റെ വാതിലിരുന്നു. യഹൂദ ആടുകളുടെ നോമം കത്തിരിക്കുവാൻ കടന്നുപോയി തിരിച്ചു വന്നപ്പോൾ അവള് മൂടുപടമെല്ലാം പുതച്ച് പടികരിക്കരുത്. ഇത് അമ്മായി ഉണ്ടാക്കുന്ന യഹൂദയെ താത്തന്ന് ചതിച്ചു. മോതിരച്ചിട്ട് മുതിര പടി 3 കൂട്ട സാധനം പണയം കൊടുത്ത് അമ്മായി തന്നെ ചതിച്ചു. അങ്ങനെ കൗണ്ടഡേ എന്ന് സഭയ്ക്കകത്തില്ല, അതൊരു വിഷയമാണ്. അപ്പോൾ ആ പണം വിട്ടുപോയെന്ന് അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ടുപോയി. പണം ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇനി ഒന്നാമത്തെ കാര്യം ഒന്നിച്ചു കൂടുകയല്ല, വിട്ടുപോകുന്നവർ ഇതിനിടയിലുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് തല കാണിക്കും. ചില പറയുന്നുണ്ട്, ഞാൻ യോധന വരുമ്പോ ഞാൻ ചിലപ്പോ നാളെ വൈകിട്ടും നടക്കും. പുലിയിറങ്ങുക നാളെ വൈകിട്ട് ഹൈദരാബാദിലായി പറയിപ്പിക്കുവാറും 3 പുലി ഇറങ്ങാൻ അന്ന് ഇന്നിറങ്ങിയവരുണ്ട്, നാളെ ചിലപ്പോൾ ഇറങ്ങിയല്ല. നാളെ ഇറങ്ങുന്നവര് ഇന്ന് വന്നില്ല, അങ്ങനെ ഓരോ പുലി ഇറങ്ങുന്ന കാരണം. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം ഇവരെല്ലാം ഒന്നിച്ചു കൂടുകയല്ല. ഇനി അഥവാ ഒന്നിച്ചു കൂടിയാൽ അടി ഉറപ്പാണ്. ഒന്നിച്ചു കൂടുക എന്നുള്ളത് പരമാർത്ഥം. അഥവാ കണ്ണേവാലെ ചക്കര തേനെന്ന് പറഞ്ഞപ്പോൾ വണ്ടി വിടാം, പാല് തരാം, കാശ് തരാന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂട്ടിയിരുത്തിയാൽ പോകാൻ തടി ഉണ്ടാക്കാം. തെളിവ് ചാക്ക് നിറച്ച് ധാന്യമുണ്ട്. ചാക്കിന്റെ വായിൽ ഞങ്ങളുടെ മൂടിക്കെട്ടി വെച്ച് യോസേഫ് ജ്യേഷ്ഠന്മാരോട് പറഞ്ഞ് പിടിപ്പത് ധാന്യമുണ്ട്, മുറുക്കി കെട്ടിട്ടുണ്ട്, ചുമ്മിക്കൊണ്ട് പോകണം. അങ്ങ് കൊണ്ടുചെന്ന് അപ്പന് കൊടുക്കണം, നിങ്ങൾ തിന്നണം. തിന്ന് തീരുമ്പോൾ എല്ലാവരും തിരിച്ചു വിടാൻ വരണം. എന്നിട്ടൊരു പല പറഞ്ഞു, വഴി വെച്ച് ശങ്ക ഉണ്ടാക്കരുത്. ഇവര് ഈ യോധന ഗ്ലോറി വിറ്റർ ഇങ്ങനെ ചില പടത്തില് ചില പാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ വീശി വീശി നല്ലതാണ്. ഈ വീശലെല്ലാം കഴിഞ്ഞിട്ട് കമ്മിറ്റിയും കൗൺസിലും കൂടുമ്പോൾ അടി നടക്കുന്നത്. ഇപ്പൊ ചിലതൊക്കെ AC ആയതുകൊണ്ട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാല് ഒന്നാമത്തെ കാര്യം ഒന്നിച്ചു കൂടുകയല്ല, അഥവാ കൂടിയാൽ അടി ഉറപ്പാണ്. ഇത് യാക്കോബിന് നല്ലവണ്ണം അറിയാം ഇവരെയല്ല. അതുകൊണ്ടാ യാക്കോബിന്റെ കൂടി വരുവീ ഭാവികാലത്ത് സംഭവിപ്പാറുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന വിഷയമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ യാക്കോബ് 147 വയസ്സുള്ള യാക്കോബ് 49-ാം അധ്യായത്തിൽ താൻ ജനിപ്പിച്ച രൂപൻ മുതൽ ബെന്യാമിൻ വരെയുള്ള തലമുറകളെ ഗോത്ര സമുച്ചയങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്നാൽ 48-ാം അധ്യായം പഠിക്കുമ്പോൾ തന്റെ മകനാകുന്ന യോസേഫിന്റെ പിള്ളാരെ അനുഗ്രഹിക്കുന്നതായിട്ട് 48-ൽ കാണുന്നുണ്ട്. യാക്കോബ് വയസ്സായി, വൃദ്ധനായി, ജരാനനെ ബാധിച്ച് കട്ടിലിങ്ങനെ കിടക്കുക. അപ്പോൾ ആരോ എന്ന് പറഞ്ഞു, നിന്റെ മകൻ യോസേഫ് വരുന്നത് യാക്കോബിനെ പറഞ്ഞു. അവിടെ പദമുണ്ട്. അപ്പോൾ ഇസ്രായേൽ തന്നെ താൻ ഉറപ്പിച്ച് കട്ടിലേക്ക് എഴുന്നേറ്റിരുന്ന 48-1. അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്ന വാർത്ത വന്ന ഉടനെ തന്റെ മക്കളാകുന്ന എബ്രാഹിമിനെ മനുഷ്യൻ കൊണ്ട് തന്നെ അപ്പനാകുന്ന യോസേഫിനെ യാക്കോബിനെ കാണാൻ ചെന്ന് അടുത്ത വാക്യം, നിന്റെ മകൻ യോസേഫ് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു. അടുത്തത് യാക്കോബ് യോസേഫിനോട് അപ്പനാകുന്ന യാക്കോബ് പുത്രനാകുന്ന യോസേഫിനോട് പറഞ്ഞത്, മകനെ സർവശക്തിയുള്ള ദൈവം പണ്ട് കാനാട്ടിലെ ലൂസിഫ് ജനിക്ക് പ്രത്യക്ഷനായി ഞാൻ നിന്നെ അനുഗ്രഹിച്ച് സന്താനം വിച്ചുടനാക്കിന്റെ പെരുക്കി നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് രാജ്യം ഈ ദേശം ശാശ്വത അവകാശമായി തരുമെന്ന് ദൈവം എന്നോട് ദൂത് പറഞ്ഞു. അപ്പൊ ഇവിടെ ആ ഭാരം യോസേഫിനോട് അപ്പൻ പറയുന്ന ഭാരം വിസ്തരിക്കുന്നില്ല. എന്നിട്ട് യാക്കോബ് പറഞ്ഞു, അപ്പൊ ഞാൻ മിസ്രയീമിൽ വരുന്നതിന് മുന്നേ നിനക്ക് 2 പിള്ളേര് ജനിച്ചെന്ന് കേട്ട് പിള്ളേരെ ഇനി കൊണ്ടുപോവാ. രൂബേനും ശിമയോനും എന്നതുപോലെ പിള്ളേര് 2 പേരും എനിക്കുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ആ പിള്ളേര് 2 പേരും പേരോട് ചാർത്തി ഗോത്രത്തിലോട്ട് കയറ്റാൻ പോവാ. ഇതിനകത്ത് എന്റെ കണ്ണടയുന്നതിന് മുന്നേ, ഈ കണ്ണടയുന്നതിന് മുന്നേ പിള്ളേരെ ഗോത്രത്തിലോട്ട് കയറ്റണം. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ എന്റെ കണ്ണടഞ്ഞാൽ യവന്മാരായി പിള്ളേരെ കായിക ഒഴിക്കുകയാണ്. ചേട്ടന്മാരാരും കായിക ഒഴിക്കുകയാണ്. ഈ ചേട്ടന്മാരാണല്ലോ തൊടിയിക്കാത്തത്. എല്ലായിടത്തും ചേട്ടൻ കളിയുണ്ട്. അപ്പൊ ചേട്ടന്മാരാരും പിള്ളേരെ തൊടിക്കല്. പിള്ളേരെ തൊടിക്കാതിരിക്കാൻ 2-3 കാര്യം. ഒന്ന്, ഈ പിള്ളേര് മിസ്രയീമിൽ വെച്ച് ജനിച്ചതാണ്. 2, ഈ പിള്ളേരുടെ അമ്മ പൊളയാവിസ്ത്രീക്കാം. മിസ്രയീമിലെ ഓരിലെ പുരോഗതൻ പോക്കീപ്പറയുടെ പുത്രി ആസനത്താണ് ഈ പിള്ളേരുടെ അമ്മ യോസേഫിന്റെ ഭാര്യ. തന്നെയല്ല
എബ്രഹിമിനെ പറ്റിയൊക്കെ ഒരു ചരിത്രം പറഞ്ഞത് മുടന്നുണ്ടാകുന്നതാണ്. അപ്പൊ ഇങ്ങനെ അപാകതകളും ന്യൂനതകളും ഒക്കെ ഉള്ളത് കൊണ്ട് ജ്യേഷ്ഠന്മാരാരും ഈ പിള്ളേരെ ഈ ഗോത്രത്തിൽ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിള്ളേരെ അനുഗ്രഹിച്ച് ഈ ഗോത്രത്തിലോട്ട് കേൾക്കാക്കുകയാന്ന് പറഞ്ഞ യാക്കോബ് യോസേഫിനോട് പറഞ്ഞു, പിള്ളേരെ രണ്ടുപേരെയും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം യോസേഫ് പിള്ളേരെ അപ്പന്റെ അടുക്കലോട്ട് കൊണ്ടുവന്നതിന്റെ ഒരു വാക്യം കിടക്കുന്നത്, യോസേഫ് വലം കൈ കൊണ്ട് എബ്രഹീമിനെ പിടിച്ച് അപ്പന്റെ ഇടങ്ങയുടെ വീടിലും ഇടങ്ങൈ കൊണ്ട് മനീഷയെ പിടിച്ച് അപ്പന്റെ വലങ്കയുടെ വീട്ടിൽ നിർത്തിയത്. ആ പിടുത്തത്തിന് നൃത്തത്തിന് കൊണ്ടൊരു പ്രമാണം. മൂത്തവനാകുന്ന മനുഷ്യനെ വേണം വലങ്കയ്ക്ക് പിടിക്കാൻ, പിടിക്കില്ല. മൂത്തമകനാകുന്ന മനുഷ്യയെ ഇടങ്ങയ്ക്ക് പിടിച്ച് യാക്കോബിന്റെ വലങ്കയുടെ വീട്ടിലും, ഇളവനെ ഇടങ്ങയ്ക്ക് പിടിക്കണം, പിടിച്ചില്ല. ഇളയവനെ വലങ്കൈ കൊണ്ട് കയറി പിടിച്ച് യാക്കോബിന്റെ ഇടങ്ങയുടെ വീട്ടിൽ നിർത്തി. എന്റെ ചെറുപ്പം അപ്പച്ച പിള്ളേര് രണ്ടും നേരത്തെ അനുഗ്രഹിച്ചാണെന്ന് പറഞ്ഞു. ഉടനെ യാക്കോബ് വലങ്കയിലെത്ത് എബ്രഹീമിന്റെ തലകിലും ഇടങ്കയിലെത്ത് മനശ്ശേയുടെ തലകിലും കൈ ഇങ്ങനെ പിണച്ചു വെച്ചു എന്നാണ് അവിടെ കാണുന്നത്. പിണച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ നേരത്തെ യോസേഫിന് അനിഷ്ടം തോന്നിയല്ല. നമ്മളെത്ര ആത്മീയരാകുന്ന ചിലക്ക് നന്മയും അനുഭവത്തിൽ കിട്ടുമ്പോൾ നമുക്ക് അസൂയ അനിഷ്ടം ഉണ്ടാകും. മനുഷ്യ പ്രകൃതി. ഒരാളൊരു വണ്ടി മേടിക്കട്ടെ, നമ്മൾ പറയും ലോണായിരിക്കും. അത് കൂടുതൽ അസൂയുള്ള ഇനം. ലോൺ മൊത്തം കാശ് കൊടുക്കും. സെക്കൻഡ് ഹാൻഡ് അല്ല, പുതിയ വണ്ടി കാറ് നിനക്ക് എന്തേലും മുടക്കുന്നു. കുടുക്കപ്പെട്ടായിരിക്കും. ഞാൻ പറഞ്ഞ മലാവാണി ഒരുത്തരൊരു വണ്ടി കിട്ടിയാൽ നീ എന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തേ. അവൻ നടന്ന ഉപ്പാടെ വന്നു റെന്റക്കാർ അല്ലെങ്കിൽ വാടകയ്ക്ക് പോയി അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടി അവൻ ഒത്തിരി കഷ്ടപ്പെട്ട് നടന്ന ഉപ്പാടെ വന്ന് ദൈവം അവനൊരു വണ്ടി കൊടുത്ത് അതിനൊക്കെ സന്തോഷിക്കണം. അസൂയുള്ള ധാരാളം ആൾക്കാർ വിസ്തരിക്കുന്നില്ല. യാക്കോബിന്റെ വലകൈ എബ്രഹീമിന്റെ തലയിൽ ചെന്നത് യോസേഫ് കണ്ടപ്പോൾ യോസേഫിന് അനിഷ്ടമായെന്ന്. ഉടനെ അവൻ അപ്പനോട് പറഞ്ഞു, അപ്പച്ച തെറ്റി, ഇവനല്ല മൂത്തത് മനീഷയാണ്. ഇവന്റെ തലയിൽ കണ്ടേ അപ്പനെ പ്രാർത്ഥന പഠിപ്പിക്കുക യോസേഫ്. അപ്പനാരാ? അപ്പൻ ഒറ്റ ഓൺലൈൻ നടത്തിയ ആളാണ്. ഒറ്റ ഓൺലൈൻ നടത്തി നേരം പ്രാർത്ഥന നടത്തിയില്ല. ഒടുവിൽ ഭൂതം പറഞ്ഞ് വിടാൻ പറഞ്ഞ് നേരം വെളുക്കുന്നു. അവൻ പറഞ്ഞു, ഉഷാരം കൊള്ളാൻ നേരം വെളുത്താലും കൊല്ലാൻ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ തന്നെ വിടുകയില്ല. സ്തോത്രം. പണ്ട് ദീപേക്കാർ പാടുപാടുന്നു, എന്നെ അനുഗ്രഹിക്കാം ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം, എന്നെ അനുഗ്രഹിക്കാം ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം, എന്നെ അനുഗ്രഹിക്കാൻ നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല. അങ്ങനെ യാക്കോബ് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ചെന്ന ഹോശിയ പ്രവാചക പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ഉൽപ്പത്തിയിൽ മല്ല് പിടിച്ചു, ഹോശിയ പ്രാർത്ഥിച്ചു, പുരുഷവാചകത്തിന് ദൈവത്തോട് കൊടുത്തവൻ പ്രാർത്ഥിച്ചു. അപ്പൊ യാക്കോബ് വലങ്കൈ എബ്രഹീമിന്റെ തലയിൽ വെച്ചു. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. കൈ പതച്ച് വെച്ച് അനുഗ്രഹിച്ചു. യോസേഫ് പുറത്തത് അപ്പന് പ്രായമായപ്പോൾ പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകൾ കൊണ്ട് ഓർമ്മക്കേടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കൈ തെറ്റിപ്പോയി. അതല്ല എങ്കിൽ കണ്ണ് കാണാൻ പാടില്ല. ഇങ്ങനെ തപ്പി വന്നപ്പം അതല്ലെങ്കിൽ പ്രായമാകുമ്പോൾ പലവിധ അസുഖങ്ങളുണ്ട്. അതിന് പ്രായമുള്ളവരുടെ അസുഖം വാദം തന്നെ പല ടൈപ്പുണ്ട്. ആമവാദം, പിള്ളവാദം, വിട്ടുവാദം. അപ്പന് വിട്ടുവാദം ഉണ്ടായി കൈയെങ്ങാനും പ്രാർത്ഥിക്കാൻ വെട്ടുമാനം വന്ന് യാക്കോബ് യോസേഫ് അതുകൊണ്ട് പറഞ്ഞു, അപ്പച്ച ഇവനല്ല മൂത്തത്, എവനാണ്. അപ്പ പറഞ്ഞടാ എനിക്കറിയാൻ പറഞ്ഞ ഈ കണ്ണെ അടഞ്ഞിട്ടുള്ളു ആത്മക്കണ്ണ് തെളിഞ്ഞിരിക്കുക. എന്റെ ഈ കണ്ണടഞ്ഞു അകത്ത കണ്ണ് തെളിഞ്ഞിരിക്കുക. യോസേഫിന്റെ തലമുറയാകുന്ന എബ്രഹീമിന്റെ ശിരസിലേക്ക് ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ വലകളിൽ വെച്ച് അനുഗ്രഹിച്ചു എബ്രഹീമിനെ. ഇനി ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ ഗോത്രപിതാവാകുന്ന യാക്കോബ് തന്റെ വലത്ത് കൈ എബ്രഹീമിന്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. മറ്റു മക്കളും കൊച്ചുമക്കളും കുടുംബക്കാരും മരുമക്കളും എല്ലാം നോക്കി നിൽക്കെ അനുഗ്രഹിച്ചത്.
ഈ ദൈവം സർവജ്ഞാനിയല്ലേ, ദൈവത്തിനറിയാം യാക്കോബിന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് പിന്നെ ഉടക്കൊണ്ടാകും. കാരണം പിള്ളേര് പറയും അത് അപ്പച്ചൻ ചാകാൻ വരുന്ന അങ്ങനെ പ്രാർത്ഥിച്ചു, നമ്മളാരും എതിർത്തില്ലെന്ന് ഉള്ളൂ. കാരണം അപ്പച്ചന്റെ ജീവൻ നല്ല രീതിയിൽ പോട്ടെന്ന് ഓർത്ത് നമ്മൾ മിണ്ടാതിരുന്നെന്ന് ഉള്ളൂ. അതുകൊണ്ട് ഈ പിള്ളേരെ അങ്ങനെ അംഗീകരിക്കാൻ ഒക്കത്തില്ല. പുറജാതിസ്ത്രീയുടെ പിള്ളേരെ അത് ശരിയല്ലെന്നൊക്കെ ഈ പിള്ളേര് പിന്നത്തെ കയറി ഉടക്കുണ്ടാകും. അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് സർവജ്ഞാനിയായ ദൈവം ഒരു കാര്യം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ ഗോത്രപിതാവാകുന്ന യാക്കോബ് കൈ പടച്ചു വെച്ച് യോസേഫിന്റെ ഇളയമകനാകുന്ന എഫ്രയീമിന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച വിഷയം ദൈവഗതമാണെന്നും ഈ വിഷയം സംബന്ധിച്ച് നാളെ മേലിൽ ആരും ഒരിടത്തും ഒരു സമയത്തും ഒരു തർക്കം ഉന്നയിക്കാതിരിക്കാൻ സർവജ്ഞാനിയാകുന്ന ദൈവം പിന്നത്തേതിൽ പടിക നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശമുഖാന്തരം അതൊന്നുകൂടെ അരക്കിട്ട് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് 33:17 ആവർത്തനം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അവന്റെ കടിഞ്ഞൂൽ കൂറ്റൻ അവന്റെ പ്രതാപം. അവന്റെ കടിഞ്ഞൂൽ കൂറ്റൻ അവന്റെ പ്രതാപം. അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. അടുത്തത് അവയാൽ അവൻ സകല ജാതികളെയും വെട്ടി ഓടി. അടുത്തത് അവ എഫ്രയീമിന്റെ 10,000ങ്ങളും മനശ്ശെയുടെ 1000 എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനാകുന്ന മനശ്ശെയുടെ തലയിൽ വലത് കൈ വെക്കണം. കച്ചാണ് ഇളയവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച വിഷയം. പടയനിമത്തിന്റെ ഗോത്രപിതാവാകുന്ന യാക്കോബ് അനുഗ്രഹിച്ച വിഷയം നാളെ മേലിൽ ആരും തർക്കം ഉന്നയിക്കാതിരിക്കാൻ സർവജ്ഞാനിയായ ദൈവം പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ മുഖാന്തരം ആരൊക്കെ തുറപ്പിച്ചു. മനശ്ശെയുടെ 1000-ഉം എഫ്രയീമിന്റെ 10,000-ഉം. ഞാനിത് സൂചിപ്പിച്ചു വന്നത് ഇങ്ങനെ പിള്ളേരെ രണ്ടുപേരെയും അനുഗ്രഹിച്ചേച്ച് യാക്കോബ് വായു കൊണ്ടെന്നാണ്. പിള്ളേരെ രണ്ടുപേരെയും യോസേഫിന്റെ പിള്ളേരെ രണ്ടുപേരെയും അനുഗ്രഹിച്ചേച്ച് അപ്പനെ വായു കൊണ്ടെന്നാണ്. പിന്നെന്തോ ചെയ്തെന്നാണ് വായിച്ചേ. ഗോത്രപിതാവാകുന്ന ഇസ്രായേൽ പറഞ്ഞത് അല്ലല്ല, ഈ യോസേഫിന്റെ മക്കളാകുന്ന എപ്പോഴെങ്കിലും മനുഷ്യയും കൈ അണച്ചു വെച്ച് അനുഗ്രഹിച്ചേച്ച് സമ്മതിക്കാതെ എനിക്കറിയാം മകനെ, എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായി തീരും. ശ്രദ്ധിക്കണേ, ഈ ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ അത് അത്ര ക്ലിയർ അല്ല. യാക്കോബിന്റെ കൈ എഫ്രയീമിന്റെ തലയിൽ വെച്ച് യോസേഫിന്റെ പിള്ളേരെ ഇവരെ അനുഗ്രഹിച്ചേച്ച് വായു കൊണ്ടെന്നല്ല എഴുതിയേക്കുന്നത്. വേറെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് യാക്കോബ് ദൈവത്തെ ആരാധിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. തെളിവിന് ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി തപ്പി ഊപ്പാട് വന്നാൽ കാണിക്കല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തിയിൽ അതില്ല. യോബിന്റെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിക്കും. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കും. തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും അവിടെ നമസ്കരിച്ച കഴിഞ്ഞെങ്കിലും മൂലാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവത്തെ ആരാധിച്ചെന്ന. ഞാൻ പറഞ്ഞത് ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. ഇപ്പോൾ 45 കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം പറഞ്ഞില്ല. വല്ലപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് ചത്തത്തില്ലെന്ന് അറിയിക്കാൻ വല്ലപ്പോഴും ആ ഇപ്പൊക്കെ കണ്ടാൽ തൂങ്ങിച്ചൊക്കെ പോലെ ഇരിക്കുക. 40 കഴിഞ്ഞാൽ പിന്നെ മൂപ്പനാണ് പറഞ്ഞത്. ഇപ്പൊ സഭയ്ക്കകത്ത് മൂപ്പനല്ല, മൂത്തമാണ്. ഇത് മൂത്തമാണ്. അപ്പൊ ഒരു കാര്യം പറയാം, ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. 147 വയസ്സുള്ള യാക്കോബ് തന്റെ കൊച്ചുമക്കളെ രണ്ടുപേരെ അനുഗ്രഹിച്ചേച്ച് വായു കൊണ്ടെന്നല്ല വടികളുടെ അറ്റത്ത് ചാരി ദൈവത്തെ ആരാധിച്ചു. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. ഏത് പ്രായത്തിലുള്ളവർക്ക് ദൈവത്തെ ആരാധിക്കാൻ ബാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കന്മാരും സകല ആൾക്കാരും ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു. എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. ആരാധന കൈമേലെ കളിക്കുന്നത് എല്ലാവരും കർത്താവിനെ ആരാധിച്ചോളൂ. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ആരാധനയ്ക്ക് പൊസിഷൻ തടസ്സമല്ല. ചിലക്ക് ചില പൊസിഷൻ കിട്ടിയാൽ പിന്നെ സ്തോത്രം പറയുകയല്ല, കണക്ക് കൂട്ടിയ സ്തോത്രം പറയുള്ളൂ. വരുമ്പോ 1, ഇടയ്ക്ക് 1, ഒന്നും 3. ആരാധനയ്ക്ക് പൊസിഷൻ തടസ്സമല്ല. കാരണം പട്ടണത്തിൽ വന്നപ്പോൾ കുതിച്ചു നൃത്തം ചെയ്താണ്. അപ്പൊ ദാവീദ് ഇങ്ങനെ കുതിച്ചു നൃത്തം ചെയ്തപ്പം പഞ്ഞനൂലൊക്കെ കൊണ്ട് ദാവീദ് ധരിച്ചാണ്. ചിലരൊക്കെ ഈ നാട്ടിലെ ഈ ചൂട് പിടിക്കുമ്പോ ചൈ കെട്ടിയിരിക്കുന്നതാണ്. മീനച്ചൂട്
അമേരിക്കക്കാർ കൈ കെട്ടുന്നത് തണുപ്പോ അന്തരീക്ഷമായ കാരണം അത് കണ്ടുകൊണ്ട് തിരുവല്ലായി കൈ കെട്ടിക്കൊണ്ടിരുന്നാൽ ചൂടത്ത് ശ്വാസം പോലും വിടാതെ കരണ്ടും പോയി അസ്വസ്ഥതയാണ്. അപ്പൊ ഈ പൊസിഷൻ തടസ്സമല്ല. ദാവീദ് പഞ്ഞനൂലിനെ കൊണ്ട് അങ്ങ് ധരിച്ച് കുതിച്ചു നിർത്തി. അപ്പൊ ദാവീദിനെ കുതിച്ച് പട്ടണത്തിൽ വന്നപ്പോൾ കുതിച്ച് നിർത്തിയപ്പോൾ ദാവീദിന്റെ ഭാര്യയാണ് ദാവീദ് ഈ സ്റ്റാൻഡിയുടെ വിട്ടുള്ള വർഷത്തിൽ നിന്നും ദാവീദ് ചോദിച്ചു അതെങ്ങനെ ഫ്രണ്ട്സ് കാണുക അച്ഛാനിങ്ങനെ നാളെ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുമല്ലേ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കണ്ടമാനം ഓടിയൊക്കെ അവൻ അച്ഛൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനാണ് ഇങ്ങനെ കണ്ടമാനം. ദാവീദ് പറഞ്ഞു വിവരദോഷി അങ്ങനെ എടുത്തിട്ടില്ല, ഞാൻ നിന്നെ കെട്ടുന്നതിന് മുന്നേ സ്തോത്രം എൻ്റെ അനുഭവം വേറെയാണ്. നിന്നെ കെട്ടിയെന്ന് മുതലായ കുറച്ചുകൂടെ മുൻപായി നിന്നെ കെട്ടുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിൽ എൻ്റെ അപ്പന്റെ ആടുകളെ വെച്ച് വനാന്തർ ഭാഗത്ത് പുൽപ്പുറത്തിലായി. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു യോഗത്തിന് ശൗര്യ പ്രമാണിക്കുന്ന ഈ ശൗര്യ അവിടെ പറയുന്നത് ഒരു ചരിത്രം. ദാവീദ് ഇശ്ശായിയുടെ രണ്ടാം കെട്ടിലെയായിരുന്ന ഒരു ചരിത്രം. അതുകൊണ്ട് ആദ്യത്തെ കെട്ടിലെ പിള്ളേർ അഞ്ചെ കണ്ടുകൊണ്ട് അതൊക്കെ രണ്ടാമത്തെ കെട്ടിലെ പുള്ളിയോട് വലിയ തൃപ്തിയില്ല. അതുകൊണ്ട് അമ്മയ്ക്കും വലിയ തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ആ സംഗീതത്തിൽ ഒരു പദം പറഞ്ഞിരിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും എന്നെ അവർക്കത് താല്പര്യമില്ല. അപ്പൊ അപ്പനും അമ്മയ്ക്കും വലിയ താല്പര്യമില്ല, ജ്യേഷ്ഠന്മാർക്കും വലിയ ജ്യേഷ്ഠന്മാർക്ക് തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ആ പടക്കളത്ത് വന്നപ്പോൾ ചോദിച്ചത് നീ ആടുകളെല്ലാം എവിടെ ചോദിച്ചോ നീ പട കാണാൻ വന്നതല്ലോ. അപ്പൊ എന്റെ അപ്പനും അമ്മയ്ക്കും എന്നെ വേണ്ട, സഹോദരങ്ങൾക്ക് എന്നോട് തൃപ്തിയില്ല, ഞാൻ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ആടുകളെ മേയിച്ചു കിടന്നപ്പോൾ ആ പുൽപ്പുറത്തിൽ നിന്ന് എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. വേറെ രണ്ട് കർത്തദാസന്മാരുടെ ഒരു ശുശ്രൂഷയ്ക്ക് പോവാം, അവരുടെ വണ്ടിയിൽ എന്നെ കൊണ്ടുപോവുക. ആ പാസ്റ്ററുടെ പ്രായത്തോട് അല്പ അഹങ്കാരിയാണ്, അല്പമല്ല കണ്ടമാന അഹങ്കാരിയാണ്. എല്ലാ പാസ്റ്റർമാരുടെ ഭാര്യമാർ അങ്ങനല്ല, മാന്യമായിട്ടും താഴ്മയോടും വിനയത്തോടും ജീവിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ പോയപ്പോ ഞാൻ ഇരിക്കുക, അപ്പൊ എല്ലാവരും ഉണ്ടാക്കുക. വണ്ടി അങ്ങോട്ട് വിട്ടുപോയപ്പോ ഈ വണ്ടിക്കകത്ത് ഒരു സഹോദരൻ പറഞ്ഞു, ഒരു ദൈവദാസ റോഡിൽ ഇങ്ങനെ നടന്നു പോകുന്ന സഞ്ചിയൊക്കെ ട്രാക്ടറൊക്കെ കൊടുത്ത് സാധുവാണ്. അപ്പൊ ഈ കൂടെ ഒരു ദൈവദാസൻ പറഞ്ഞു, അയ്യോ ഒരു ദൈവദാസനല്ലേ പോകുന്നത്, എടുത്ത മറുപടികൾ പറയാ, ഓ അയാൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നവനാണ്, ആൾക്കാരുടെ മൂർത്തിമാവും തെരഞ്ഞു നടക്കുന്നതാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ചില സൂക്കായിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു സാമേ വണ്ടി നിർത്തി നിർത്തണമെന്ന് പറഞ്ഞു വണ്ടി. ഞാൻ പറഞ്ഞു അയാളും തെണ്ടി നമ്മളും തെണ്ടി, അയാൾ റോഡെ നടന്ന് തെണ്ടുന്നു, നമ്മൾ വണ്ടിയെ പോയി തന്നു, അയാളെ ചെരുപ്പില്ലാതെ നടന്ന് തെണ്ടുന്നു, നമ്മൾ ഷൂസ് ഇട്ടോട്ട് പോയി തെണ്ടുന്നു, അയാളെ കൈ കെട്ടാതെ തെണ്ടുന്നു, നമ്മൾ കൈ ഇട്ടോട്ട് തെണ്ടുന്നു, അയാളെ ലോക്കൽ തെണ്ടി, നമ്മളെ സ്റ്റാൻഡേർഡ് തെണ്ടി, അയാളെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തെണ്ടി, നമ്മളെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തെണ്ടി, അയാളുടെ ഭാഗ്യം തെണ്ടി, നമ്മുടെ ഭാഗ്യം തെണ്ടി, എല്ലാം തെണ്ടി പല തെണ്ടി വണ്ടി വിട്ടണം. അവിടെ സൂക്കേട് അന്ന് നാം ആകുന്നത് കൃപയാണ്. വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം തന്നതാണ്, തന്നെ ആയുസ് ദൈവം തന്നതാണ്, തന്നെ പൊസിഷൻ ദൈവം തന്നതാണ്, തന്നെ ആരോഗ്യം ദൈവം തന്നതാണ്, തന്നെ നന്മകൾ ദൈവം തന്നതാണ്. ഈ പുസ്തകം എടുത്തതാണ് നമ്മുടെ അനുഗ്രഹം, ഇത് വന്നുകറികളാണ് നമ്മുടെ അനുഗ്രഹം. ദൈവത്തെ